ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യ. നമ്മൾ അധികം പറയാത്ത ഒരു തരം മൂവിയാണ് നല്ല കിടിലൻ പൊളിറ്റിക്കൽ ത്രില്ലർ. ഇതുപോലുള്ള സിനിമയിൽ മിക്ക സമയത്തും ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ഒരാണായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല, ഒരു പെണ്ണാണ്. ഒരു രാജാവിന്റെ മകളായിട്ട്, അതായത് ഒരു മന്ത്രിയുടെ മകളായിട്ട് ജനിച്ചിട്ട് കൂടെ അവൾക്ക് അവളുടെ വീട്ടിൽ വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരികയാണ്. ജനിച്ചത് മുതലേ അപമാനം, അവഗണന, ദുരിതം ഇതെല്ലാം അനുഭവിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഇതിനെല്ലാത്തിനും പ്രതികാരം വീട്ടാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ സിനിമയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കിടിലൻ പൊളിറ്റിക്കൽ ത്രില്ലർ. അതായത് അവളെ ഉപദ്രവിച്ച എല്ലാവർക്കും കണക്കിന് അവള് തിരിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. ഓക്കെ, നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കഥയുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള രാജറെഡ്ഡിയെ കാണിക്കുകയാണ്. രാത്രി സമയമാണ്, ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് രാജറെഡ്ഡി ഇപ്പൊ ഇരിക്കുന്നത്. മാത്രമല്ല അവന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ബാലുവിനോട് പറയുന്നത്, നോക്കിക്കോടാ, ഇന്ന് എനിക്കൊരു ആൺകുഞ്ഞ് പിറക്കും, എന്റെ അച്ഛനായിരിക്കും ആ ഒരു ആൺകുഞ്ഞ്. അതായത് തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് അച്ഛന്റെ ഒരു പുനർജന്മായിരിക്കും എന്നൊക്കെയാണ് ഈ രാജറെഡ്ഡി വിചാരിക്കുന്നത്. അതിലൂടെ എനിക്ക് വച്ചടി കയറ്റായിരിക്കും. നീ നോക്കിക്കോടാ, രാഷ്ട്രീയത്തിൽ ഇതുവരെയായിട്ട് എനിക്കൊരു കയറ്റം കിട്ടിയില്ല, ഇനി മുതൽ ഈ കുഞ്ഞുണ്ടായത് മുതൽ എനിക്ക് കയറ്റങ്ങളായിരിക്കും. ഇതേ നേരം തന്നെ ഉള്ളിൽ പ്രസവവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജറെഡ്ഡിയുടെ ഭാര്യയെ കാണിക്കുകയാണ്. അവരവസാനം ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. നോക്കുമ്പോൾ അതൊരു പെൺകുഞ്ഞാണ്. അപ്പൊ പ്രസവെടുത്ത ആ ഒരു സ്ത്രീ പറയാണ്, നല്ല ഐശ്വര്യമുള്ള സമയത്ത് നല്ലൊരു പെൺകുഞ്ഞ് പിറന്നിരിക്കുകയാണ്, ഈ കാര്യം അയാളോട് പോയി പറ. എന്നാൽ ഇത് കേട്ടപാട് തന്നെ വീട്ടുജോലിക്കാരി പറയുന്നത്, ഹേയ് ഇത് പറഞ്ഞാൽ ശരിയാവില്ല, ആകെ പ്രശ്നം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാജറെഡ്ഡി വരികയാണ്. തനിക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കി ഇയാൾക്ക് പ്രാന്ത് പിടിക്കുകയാണ്. ഭാര്യ വരെ തല്ലാൻ നോക്കി. അവളോട് ഇപ്പൊ പറയാണ്, നിനക്കൊരു ആൺകുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ പോയി ചത്തോടടി നിനക്ക്. പിന്നീട് ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വരെ രാജറെഡ്ഡി നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ബാലു ഓടി വന്നിട്ട്, സാറേ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. കാരണം ഇത്തവണ ഇവരുടെ പാർട്ടിയിൽ നിന്നും ഈ ഏരിയയിലേക്ക് MLA ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് രാജറെഡ്ഡിയാണ്. അത് കേട്ട് അയാൾക്കാകെ സന്തോഷമാകുന്നുണ്ട്. അതേ നേരം തന്നെ രാജറെഡ്ഡിയുടെ ഭാര്യ പറയണം, കണ്ടോ പെൺകുഞ്ഞ് ആയാലെന്താ ഐശ്വര്യം വന്നത് കണ്ടോ. ഇപ്പൊ രാജറെഡ്ഡി പറയുന്നുണ്ട്, ഇത് വന്നതുകൊണ്ടൊന്നുമല്ല, ഇതിനേതെങ്കിലും മൂലക്കിട്ട് മര്യാദക്ക് വളർത്തിക്കോണം. ഇന്നൊരു ഭാഗ്യ ദിവസം ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ വീട്ടിന്റെ ഏതെങ്കിലും മൂലക്കിട്ട് ഇതിനെ വളർത്തിയാൽ മതി കേട്ടാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് നമ്മുടെ ഒരു രാജറെഡ്ഡി ഇറങ്ങുകയാണ്. ആ നേരത്ത് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആളുണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്നിട്ട് രാജറെഡ്ഡിയെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ്. എടാ, നിന്റെ പാർട്ടി ഈ നാട്ടിൽ തോക്കാൻ പോവാണ്, അതുകൊണ്ട് മാത്രാടാ നിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്, നിനക്ക് ഈ നാട്ടിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, ജയിക്കാൻ പോകുന്ന ഞാനാണ്. ഇത് പറഞ്ഞ് രാജറെഡ്ഡിയെ ഭയങ്കരമായിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരം രാജറെഡ്ഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റൗഡി എന്ന് വേണമെങ്കിൽ പറയാം, അയാൾ ഒരു വാളെടുത്ത് വന്നിട്ട് ഈ എതിർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇയാളുടെ ഒരു കൈ കിട്ടും ഒരേറ്റ വെട്ടുകൊടുക്കണം. കൈ 2 കഷ്ണമായി മുറിഞ്ഞുപോയി. ഒരാളും എതിർത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. എല്ലാവർക്കും പേടിയായിരുന്നു. അധികം വൈകാതെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാജറെഡ്ഡി എന്നെ വിജയിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ രാജറെഡ്ഡിയുടെ അടുത്തേക്ക് ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ലീഡർ ഉണ്ടല്ലോ, ഇയാൾ വന്നിട്ട് സങ്കടം പറയാണ്, നീ കാരണം എനിക്ക് എന്റെ MLA സ്ഥാനാർത്ഥിത്വം തന്നെ നഷ്ടമായി. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. തിന്നുന്ന കൈ കൊണ്ട് തന്നെ ചന്തിയും കഴുകണം. നാട്ടുകാരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു മാനവും മര്യാദ എല്ലാം പോയി. എന്തായാലും ഇനി എനിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം വിട്ട് മാറി നിൽക്കാൻ പോവാ. നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. അന്ന് ഒരുത്തൻ ചാടി വന്ന് എന്റെ കൈ വെട്ടിയില്ലേ, അവൻ എനിക്ക് വേണമെന്ന് പറയാം. ഇപ്പൊ രാജറെഡ്ഡി ഒന്ന് ആലോചിക്കുകയാണ്, രാഷ്ട്രീയത്തിൽ വലിയ ശത്രുക്കളൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോവാണെങ്കിൽ അത് നല്ല സുഖമായിരിക്കുമല്ലോ. ഇനിയിപ്പോ കൂട്ടത്തിൽ ഒരുത്തൻ ഇവനിപ്പോ എന്ത് ചെയ്താൽ എന്താ, അതുകൊണ്ട് തന്നെ രാജറെഡ്ഡി പറയണം, നീ അവനെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ചോദിക്കാൻ വരില്ല എന്ന് പറയാം. അത് മതി എന്ന് പറഞ്ഞിട്ട് ഈ ലീഡർ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാളുടെ കൈ വെട്ടി ആ ഒരു റൗഡിയെ അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ വെട്ടി നുറുക്കി കൊന്നുകളയാണ്. മാത്രമല്ല ആ റൗഡിയുടെ ചെറിയൊരു കുട്ടി, ഒരു ആൺകുട്ടിയാണ്. അവൻ ഈ ഒരു കാര്യം നേരിട്ട് കാണുകയാണ്, ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല അച്ഛനെ വെട്ടിയിട്ട് പോയ ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീണ ഒരു ആയുധം അവന്റെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്തായാലും ഇയാൾ വന്നിട്ട് ഈ റൗഡിയെ വെട്ടിക്കുന്ന കാര്യം ആ നാട് മുഴുവൻ അറിയുന്നുണ്ട് കേട്ടോ. ഇയാളുടെ പേര് സിദ്ധാറെഡ്ഡി എന്നാണ്. പതിയെ ഇയാൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇച്ചിരി ഫേമസ് ആവാൻ തുടങ്ങി. അതായത് സ്വന്തം കൈ വെട്ടിയ ആളെ സിദ്ധാറെഡ്ഡി ചെന്ന് വെട്ടി നുറുക്കി കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഇമേജ് ചെറുതായിട്ട് കൂടാൻ തുടങ്ങി. ഈ ഒരു കാര്യം തീരെ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മറ്റാരുമല്ല, നമ്മുടെ രാജറെഡ്ഡിക്ക് തന്നെ. ഈ രാജറെഡ്ഡി പിന്നീട് ബാലുവിനെ വിളിച്ചിട്ട്, അതായത് ഇയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ബാലുവിനെ വിളിച്ചിട്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, സിദ്ധാറെഡ്ഡിയുടെ ആ ഒരു പോപ്പുലാരിറ്റി കൂടി വന്നാൽ ചിലപ്പോ ഭാവിയിൽ അവൻ എനിക്കെതിരെ ഇലക്ഷനിൽ നിൽക്കാം, അതുകൊണ്ട് ആ പരിപാടി വേണ്ട, അവൻ അങ്ങ് തട്ടിക്കളഞ്ഞേക്കെന്ന് പറയാം. അങ്ങനെ രാജാറെഡ്ഡി പറഞ്ഞതനുസരിച്ച് ഈ ബാലു ചെന്നിട്ട് സിദ്ധാറെഡ്ഡിയെ കൊന്നുകളയാണ്. പിന്നീട് വർഷങ്ങൾ പലതായിട്ട് അങ്ങനെ കടന്നു പോവാണ്. ശരിക്കും രാജാറെഡ്ഡിയുടെ ലൈഫിൽ പിന്നീട് വെച്ചടി കയറ്റായിരുന്നു. MLA ആയിരുന്ന രാജാറെഡ്ഡി പിന്നീട് മിനിസ്റ്ററായി, മിനിസ്റ്ററിൽ നിന്നും പിന്നീട് ഡെപ്യൂട്ടി CM ആയി. ഇനി അടുത്തത് ഇയാളുടെ ലക്ഷ്യം CM ആണ്. അതായത് ലൈഫിലെ ഏറ്റവും നല്ല സമയത്താണ് ഇപ്പൊ രാജാറെഡ്ഡി ഉള്ളത്. അപ്പൊ നാട്ടുകാരോടൊക്കെ ഇയാൾ പറഞ്ഞു നടക്കുന്നത് അധികം വൈകാതെ ഇനി ഇയാൾ CM കൂടെ ആകുമെന്നാണ്. രാജാറെഡ്ഡിയുടെ ഈ ഒരു വളർച്ച ഒരു കാർട്ടൂണിലൂടെയാണ് നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇയാൾക്കൊരു മകളുണ്ടല്ലോ, ആ മകൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല. പുറം ലോകവുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അവളുടെ പേര് ഭാർഗവി എന്നാണ്. എന്നാൽ ഭാർഗവിക്ക് ശേഷം അയാൾക്ക് മറ്റൊരു മകനും കൂടെ ജനിച്ചു കേട്ടോ. അവന്റെ പേര് ശങ്കർ റെഡ്ഡി എന്നാണ്. ഈ ശങ്കർ റെഡ്ഡി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവന് വേണ്ട എല്ലാ കാര്യങ്ങളും രാജാറെഡ്ഡി ചെയ്തു കൊടുക്കും. അതായത് ആൺകുഞ്ഞിനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. എന്തായാലും ആ ഒരു നാട്ടിലെ ഉത്സവം കാണിക്കുകയാണ് ഇപ്പോൾ. അങ്ങോട്ടേക്ക് ഭയങ്കര ശരീരമുള്ള, ഭയങ്കര ആരോഗ്യം
ഭാഗ്യവാനായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ഇവന്റെ പേരാണ് ദേവ. വെറും ദേവയല്ല, ദേവാ റെഡ്ഡി. ഈ ദേവാ റെഡ്ഡി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ രാജാ റെഡ്ഡിയുടെ മരുമകനാണ്. അതായത് ഭാർഗവി ഉണ്ടല്ലോ, അവളുടെ ഭർത്താവാണ് ഈ ഒരു ദേവാ റെഡ്ഡി. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാ ആഭാസനാണ് കേട്ടോ. ആ ഒരു ഉത്സവ പറമ്പിലേക്കൊക്കെ വന്നിട്ട് അലമ്പുണ്ടാക്കുകയാണ്. ഇതിനിടയിൽ ചെറിയൊരു പെൺകുട്ടിയും അതുപോലെ തന്നെ അവൾ സ്നേഹിക്കുന്ന ഒരു പയ്യനും രണ്ടുപേരും കൂടെ അവിടെ നിന്നൊക്കെ സംസാരിച്ച് അവൾ ഓടുന്ന സമയത്ത് അറിയാതെ ചെന്ന് ഈ ദേവാ റെഡ്ഡിയുടെ ദേഹത്ത് തട്ടുകയാണ് കേട്ടോ. സോറി അണ്ണാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടിയെ കണ്ട പാടിനെ ദേവക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇഷ്ടം എന്ന് വെച്ചാൽ അവളെ കയ്യിൽ കിട്ടണം, ഇന്ന് രാത്രി തന്നെ എനിക്ക് അവളെ വേണമെന്ന് പറയാണ്. അങ്ങനെ ആരുമില്ലാത്തൊരു സമയം നോക്കി ആ പെൺകുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ അവളെയും വലിച്ചെടുത്തുകൊണ്ട് ദേവാ റെഡ്ഡി പോവാണ്. ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് പാവം ആ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് തന്നെ റേപ്പ് ചെയ്ത് അവസാനം കൊന്നു കളയുന്നുണ്ട്. ഈ ഒരു കാര്യം ആ ഒരു പെൺകുട്ടിയുടെ കാമുകനായിട്ടുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ കാണുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിട്ട് നാട്ടുകാർ കാണുന്നതോ ഈ പാവം പെൺകുട്ടിയെ കൊന്ന് അവൾ ആ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് തലതല്ലി കരയുന്നുണ്ട് കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഇതാരാ ചെയ്തേന്ന്. പക്ഷെ എല്ലാവർക്കും അവനെതിരെ സംസാരിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. ഈ ഒരു കാര്യം ഇപ്പോൾ രാജാ റെഡ്ഡി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ രാജാ റെഡ്ഡി മകളായിട്ടുള്ള ഭാർഗവി വിളിക്കാണ്. ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. നിന്റെ കെട്ടിയവനോട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞോ, ഇലക്ഷൻ വരാൻ പോവാണ്, CM ആവേണ്ട ആളാണ് ഞാൻ, ചിലപ്പോൾ എന്റെ സ്ഥാനം വരെ നഷ്ടമായിരിക്കും ഇവന്റെ ഈ കളി കൊണ്ട്. ആ സമയത്ത് ഭാർഗവി പറയാണ്, അച്ഛാ അയാളെ നിങ്ങൾ തന്നെയല്ലേ എനിക്ക് കെട്ടിച്ചു തന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് രാജാ റെഡ്ഡി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ശവടക്കം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് പണവുമായിട്ട് നമ്മുടെ ഈ ഒരു ഭാർഗവി ചെല്ലുന്നുണ്ട്. ആ വീട്ടുകാർക്ക് ആ ഒരു കാശൊക്കെ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടെന്ന ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു പണം സ്വീകരിക്കരുത്, കാരണം ആ ഒരു പൈസയിൽ മരണപ്പെട്ട നിങ്ങളുടെ മകളുടെ ചോരയുണ്ട് എന്ന് പറയാണ്. സോ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഭാർഗവി തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോവാണ്. അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കാശ് വീണ് പോകുന്നുണ്ട്. കെട്ടിയവൻ ചെയ്യുന്ന ഈ അറാമ്പറപ്പില് അവൾക്ക് എന്ത് ചെയ്യാനാ? ഭാർഗവി പറഞ്ഞാലൊന്നും അവൻ ഒട്ടും കേൾക്കില്ല. ഇതിനുശേഷം നമ്മുടെ സിനിമയുടെ കഥാനായകനായിട്ടുള്ള ശിവയെ കാണിക്കുകയാണ്. ആളിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ ശിവ മറ്റാരുമല്ല, രാജാ റെഡ്ഡിക്ക് വേണ്ടി അയാളുടെ പാർട്ടിയിലെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അയാളുടെ കൈ വെട്ടിയ ഒരു ഗുണ്ട ഉണ്ടായിരുന്നില്ലേ, ആ ഗുണ്ടയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നില്ലേ, ആ മകനാണ് ഈ ശിവ. ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നേ ഉള്ളൂ. അപ്പൊ അവന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, പണ്ടത്തതുപോലെയല്ല ഭാർഗവി. അതായത് ഭാർഗവിയും ശിവയും പണ്ട് പ്രണയത്തിലായിരുന്നു. എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ശിവ ജയിലിൽ പോയ സമയം നോക്കിയിട്ടാണ് ഭാർഗവിയെ ഈ ദേവാക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. സോ ഇനി അവളുടെ പിന്നാലെ പോണ്ട പ്രശ്നമാവുന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ശിവ ഭാർഗവിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. അവളും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാർഗവി പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ജയിലിൽ പോയത്. എന്നാൽ ശിവ പറയുന്നത് അത് അങ്ങനെയൊന്നുമല്ല, സാഹചര്യം അതിൽ ഞാൻ പെട്ടുപോയതാണ്. അതുപോലെ തന്നെ ഭാർഗവി ഇപ്പോൾ ശിവയോട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. അറിഞ്ഞുകൊണ്ടല്ല, നീ ജയിലിൽ പോയ സമയത്ത് എന്റെ ലൈഫ് പല രീതിയിൽ മാറിപ്പോയി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു രാക്ഷസന്റെ കൂടെയാണ് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവൻ ചെയ്യുന്ന സകലമാന തെമ്മാടി തെരുവ് ഇപ്പൊ എന്റെ തലയിലാ വന്ന് വീഴുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ വിധി. ഇനിയിപ്പോ ശിവ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജീവിക്കണ്ടേ? അപ്പൊ ശിവ ഒരു കാര്യം പറയുന്നുണ്ട്, ഭാർഗവി ഞാൻ ജയിലിൽ പോയത് തന്നെ ഒരു പ്രത്യേക കാരണത്താലാണ്. ആ പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചായിരുന്നു, അത് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഫ്ലാഷ് ബാക്കിൽ നടന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഈ രാജാ റെഡ്ഡിയുടെ വീട്ടിലാണ് ശിവയുടെ അമ്മ ജോലി ചെയ്യുന്നത് കേട്ടോ. സോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെരുപ്പൊന്നും ഇടാൻ പാടില്ല, കാരണം അവര് താഴ്ന്ന ജാതിയിലല്ലേ. അപ്പൊ അതിലൂടെ ജോലി ചെയ്ത് നടക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീയെ ഈ രാജാ റെഡ്ഡി കളിയാക്കാറുണ്ട്. ഇത് നമ്മുടെ ആ ഒരു മരിച്ചുപോയി ഗുണ്ടല്ലോ, അവന്റെ ഭാര്യയല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ന്ന ജാതി ആ രീതിയിൽ തന്നെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇയാളിപ്പോ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്, വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയുള്ള ഒരാൾ തന്നെ ഈ ജാതിയും പറഞ്ഞ ആളുകളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വൃത്തികെട്ട കാര്യമാണ്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ശിവ അങ്ങോട്ടേക്ക് വരുന്നത്. ശിവ ഈ ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊരു മിനിസ്റ്റർ അല്ലേ, എന്നിട്ടും ഈ ജാതി പറയാൻ യാതൊരു ഉളുപ്പുമില്ല നിങ്ങൾക്ക്. അവന്റെ അമ്മയോട് അവിടെ വെച്ച് തന്നെ ചെരുപ്പിടാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ സമൂഹത്തിൽ മാറ്റം ഞങ്ങളെപ്പോലെ താഴ്ന്ന ജാതിയിലുള്ളവർക്കും കൊണ്ടുവരാൻ പറ്റും, നോക്കിക്കോ, ഒരു ദിവസം ഇതിനെല്ലാത്തിനും ഒരു മാറ്റം വരും. ഇപ്പൊ രാജാ റെഡ്ഡി അവനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഓ നിങ്ങളൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ പോവാണ്, ആ നോക്കിക്കോ മാറ്റം കൊണ്ടുവരും, ഞങ്ങൾ നോക്കിക്കോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. ഇത് കേട്ടപ്പോ രാജാ റെഡ്ഡി പറയാണ്, രാഷ്ട്രീയത്തിലേക്കോ? അങ്ങനെ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ കുടുംബത്തോടെ ഇല്ലാതാകും ഞാൻ. അതിനുശേഷം എന്തൊക്കെയോ വിഷയമായിട്ടാണ് നമ്മുടെ ഈ ഒരു ശിവ ജയിലിലേക്ക് പോയത്. സോ ഇപ്പൊ തിരിച്ചു വന്ന സമയത്ത് തന്നെ അവനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു, അന്ന് രാജാ റെഡ്ഡിയോട് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്നാൽ ഭാർഗവി മറ്റൊരു കാര്യം കൂടി ശിവയോട് പറയുന്നുണ്ട്, ശിവ നീ വിചാരിക്കുന്ന പോലെയല്ല, എന്റെ അച്ഛൻ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്, ഇപ്പൊ ഒരു മിനിസ്റ്റർ കൂടിയാണ്, അതായത് ഡെപ്യൂട്ടി CM ആണല്ലോ. അതുപോലെ തന്നെ എന്റെ ഭർത്താവ് ദേവാ റെഡ്ഡി, എന്റെ മോനെ പറഞ്ഞാൽ മതിയാവില്ല അവന്റെ ക്രൂരതകൾ. അതുപോലെ തന്നെ എന്റെ അനിയനുണ്ടല്ലോ ശങ്കർ റെഡ്ഡി, ഈ പുറത്തു പോയിട്ടൊക്കെ അവൻ പഠിച്ചതാണ്, അതുകൊണ്ട് അതിന്റെ ആ ഒരു മാറ്റം അവനിൽ ഉണ്ടാവും വിചാരിച്ചു, ഒരു നല്ല മനുഷ്യനായിട്ട് അവനെങ്കിലും വരുന്നു വിചാരിച്ചു. എന്നാൽ ക്രൂരതയുടെ കാര്യത്തിൽ എന്റെ അച്ഛനെയും കിട്ടിയവനെയും കടത്തി വിട്ടു അവന്. ഇവരെ 3 പേരെയും താണ്ടി, ശിവ നിനക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ, നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണോ? ഇത് കേട്ടപ്പോ ശിവ പറയാണ്, എനിക്കൊട്ടും പേടിയില്ല, ഞാൻ ഇറങ്ങിയിരിക്കും, അതെന്റെ തീരുമാനമാണ്. ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള അടിത്തട്ടിലുള്ള ആൾക്കാർ മുകളിലേക്ക് വരണ്ടേ. അപ്പൊ ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ശിവ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ശിവ ജയിലിലായിരുന്നു എന്ന് പറയുന്നില്ലേ, അവൻ എങ്ങനെയാ ജയിലിൽ പോയത്, ആ ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. അതായത് രാജാ റെഡ്ഡി ഇയാളുടെ മകളായിട്ടുള്ള ഭാർഗവിയെ ശരിക്കും ഇവിടെയുള്ള സാധാരണ സ്കൂളിലാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, കോളേജിലും അങ്ങനെ തന്നെ. പോയി വരുന്നതൊക്കെ കാറിലൊന്നുമല്ല, വെറും ബസ്സിലാണ്. ഇത്രയും പണക്കാരനായിട്ടുള്ള ഈ മനുഷ്യന്റെ മോളെ പോയി വരുന്നത് വെറും ഒരു ബസ്സിൽ. എന്നാൽ മോനായിട്ടുള്ള ശങ്കറിനെയാണെങ്കിലും അങ്ങ് വിദേശത്ത് വരെ വിട്ട് പഠിപ്പിക്കുകയാണ്. എന്തായാലും ഭാർഗവി
ഭാർഗവി പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയായിരുന്നു നമ്മുടെ ശിവയും പഠിച്ചത്. എന്തായാലും അവിടെ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടി, അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായി. അതുപോലെ തന്നെ ഈ കോളേജിലേക്കൊക്കെ വന്നാൽ ഇവിടെ ജാതിയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വേർതിരിവൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ കോളേജിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 2-3 ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ദാ ഈ ജാതിയിലെ ആൾക്കാർ ഇവിടെ ഇരിക്കും, അപ്പുറത്തെ ജാതിയിൽ ഇത് അവിടെ പോയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് താഴ്ന്ന ജാതിക്കാരെ അപമാനിക്കുന്ന രീതിയിൽ ആ ഒരു ഗ്യാങ് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ശിവയും അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവര് രണ്ടുപേരും ആകെ എന്താ ഇത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഈ ശിവയുടെ കൂട്ടുകാരനെ പിടിച്ചവിടെ നിന്ന് മാറ്റുകയാണ്. നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അവനൊരു മുസ്ലിമാണ്. അവനെ പിടിച്ചു മാറ്റി ആകെ അലമ്പാകുമ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരു ടീം വരുന്നുണ്ട്. അവരുടെ ലീഡർ ഗാന്ധിയാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ വന്നിട്ട് ഈ ഒരു ചെറുക്കനോട് പറയണടാ, ഇവിടെ വന്ന് ജാതിയും അതൊന്നും പറയാൻ നിൽക്കരുത്, ഇത് കോളേജാണ്, പറഞ്ഞാ നീ എന്താക്കുവാടാന്ന് ജാതിപറിയനായിട്ടുള്ള ഈ ചെറുക്കൻ ചോദിച്ചപ്പോൾ ഗാന്ധി ഒന്നും നോക്കിയില്ല, ഒരൊറ്റ അടിയാണ് കേട്ടോ. ഒറ്റ അടിക്ക് അവനെ തെറിപ്പിച്ച് കളഞ്ഞു. പറഞ്ഞാൽ അതാ ഇതുപോലെ പെടകിട്ടെന്ന് പറയണം. പിന്നീട് എല്ലാ പിള്ളേരോടായിട്ട് ഗാന്ധി ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കോളേജാണ്, ഇവിടെ വന്നത് പഠിക്കാനാണ്. ഇവിടെ വെച്ച് ജാതിയോ മതമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. സോ ഈ ഒരു ഗാന്ധിയെ കണ്ടപ്പോൾ നമ്മുടെ ശിവയ്ക്ക് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നുകയാണ്. ഇവൻ പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഗാന്ധി ഇത്ര പവർഫുൾ ആയത്? സോ ഈ ഗാന്ധിയെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ശിവ. ഈ ഗാന്ധി ഈ കോളേജിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ പൊളിറ്റിക്കലി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അവന് ആ ഒരു സമയത്ത് ചങ്ങാതിയായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. എന്നാൽ ഈ ജാതിയുടെ പേരിലുള്ള കളിയാക്കലും ആ ഒരു ബുള്ളിങ്ങും ഇതെല്ലാം കാരണം ആ ഒരു പയ്യൻ അത് സഹിക്കാൻ പറ്റാതെ അവസാനം ഈ ഗാന്ധിയുടെ കൂട്ടുകാരൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആ ഒരു കാര്യം ഗാന്ധിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതോടെ ഗാന്ധി ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനിയിപ്പോ പഠിപ്പ് നിർത്തേണ്ടി വന്നാലും ഈ കോളേജിൽ നിന്ന് പോകേണ്ടി വന്നാലും ഈ ജാതി വെറി ഉണ്ടല്ലോ, ആ സാധനം ഈ കോളേജിൽ ഇനി ഉണ്ടാവില്ല, അതിനെതിരെ ഞാൻ പോരാടും. അങ്ങനെ ആ ഒരു പോരാട്ടം അവൻ തുടങ്ങുകയാണ്. അവന്റെ കൂടെ ഇതൊരു നല്ല കാര്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിള്ളേർ കൂടുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോളേജിൽ ഗാന്ധിക്ക് ഇത്രയും ഇൻഫ്ലുവൻസ് വന്നത്. അപ്പൊ ഗാന്ധിയെ കുറിച്ച് കേട്ടപ്പോൾ ഈ ഗാന്ധിയോട് എന്തോ ശിവക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുകയാണ്. അവന്റെ ആ ഒരു രാഷ്ട്രീയത്തിൽ അവൻ പങ്കുചേരുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ഭാർഗവിയുമായിട്ടുള്ള ആ ഒരു പ്രണയം മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട് കേട്ടാ. ഇതിനിടയിൽ അന്ന് ആ ഒരു ജാതിയുടെ പേരിൽ പിള്ളേരെ മാറ്റിയിരുത്താൻ നോക്കിയൊരു പയ്യനുണ്ടല്ലോ, മഹേഷ്, ഒരു ജാതി വറിയനാണ്. അവൻ അവന്റെ ചേട്ടനെയും വേറെയും കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് വലിയ വർത്താനം പറയാണ് കേട്ടോ. അതായത് ഞങ്ങളെപ്പോലെയുള്ള മുൻജാതിയിൽപ്പെട്ട ആൾക്കാർ കാശ് കൊടുത്താണ് ഇവിടെ പഠിക്കുന്നത്, അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ടല്ല പഠിക്കുന്നത്, അപ്പോ നിങ്ങൾ ഞങ്ങളുടെ കീഴിൽ നിന്നാൽ മതി എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഗാന്ധി വന്നിട്ട് പറയാണ്, അതൊന്നും നടക്കില്ല, ഇത് കോളേജാണ്. ഇപ്പൊ ആ ഒരു മഹേഷിന്റെ ചേട്ടൻ ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഒരു ഗണ്ണെടുത്ത് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഗണ്ണ് അവന്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടി ആകെക്കോടി നാറി കൊളാവുകയാണ് അവൻ അവിടെ. അപ്പൊ കോളേജിൽ നടന്ന ഈ ഒരു കാര്യമെല്ലാം രാജാ റെഡ്ഡി അറിയുന്നുണ്ട് കേട്ടോ. രാജാ റെഡ്ഡിയോട് ഈ ഒരു കാര്യമൊക്കെ പറയുന്നത് ഇയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ബാലുവാണ്. അതായത് ഇവരുടെ ജാതിയിൽപ്പെട്ട ആളാണ് ഈ മഹേഷും അയാളുടെ ചേട്ടനൊക്കെ. അപ്പോ ഇവരിങ്ങനെ അവിടെ പോയിട്ട് ആകെ അലമ്പായി നാണം കെട്ട് കൊളായി എന്നൊക്കെയുള്ള കാര്യം രാജാ റെഡ്ഡി അറിഞ്ഞ സമയത്ത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ആ കോളേജിലെ പയ്യന്റെ പേരെന്താ, ഗാന്ധി അല്ലേ, അവനെ നമുക്ക് ഒതുക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ ഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു കൂട്ടം പോലീസുകാർ വരികയാണ്. എന്നിട്ട് ആ പോലീസുകാർ തന്നെ അവന്റെ വീട്ടിൽ ആയുധം വെച്ച്, ഓഹോ നീ ഇവിടെ ആയുധ കച്ചവടം കൂടെ ഉണ്ടല്ലേ, ഇതും പറഞ്ഞ് അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. ഇതറിഞ്ഞ സമയത്ത് പിള്ളേര് വെറുതെ ഇരിക്കും, എല്ലാവരും നേരെ സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ. കൂടെ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഗാന്ധിയെ വെറുതെ വിട്ടില്ലെങ്കിൽ സ്റ്റേഷൻ അടിച്ച് പൊളിക്കുന്നു തന്നെ പിള്ളേര് പറയുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ആ ഒരു ലീഡർ ഗാന്ധി അവനാകെ പ്രശ്നക്കാരനാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അവനെ വെടിവെച്ച് കൊന്നു എന്ന് പറയണം. ഇത് കേട്ട എല്ലാവരും ഷോക്കായി പോകുന്നുണ്ട്. അതായത് ഗാന്ധി മരണപ്പെട്ടു, ഇത് പോലീസുകാരുടെ വേറൊരു നാടകമാണെന്ന് അവിടെയുള്ള എല്ലാ പിള്ളേർക്കും മനസ്സിലായി കേട്ടോ. പിന്നീട് ജീവനില്ലാത്ത ഗാന്ധിയുടെ ആ ഒരു ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ പിള്ളേരും ആകെ എന്താ പറയാ, പലരും കരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ഗാന്ധിയുടെ ആ ഒരു ബോഡി കൊണ്ടുവന്നു, അത് അടക്കം ചെയ്തു. അവൻ ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്. ആ അമ്മ ഇപ്പോ എന്താ പറയാ ആരും ഇല്ലാത്തൊരാളായി മാറി. അതുപോലെ തന്നെ ഗാന്ധിയുടെ ഗേൾഫ്രണ്ട്, അവളും ഒരുപാട് വേദനിക്കുകയാണ്. ഭയങ്കര ചുറുചുറുക്കുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഇപ്പൊ ആരോടും സംസാരിക്കാതെ എപ്പോഴും ആളൊഴിഞ്ഞ ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ എപ്പോഴും ഒരു വിഷമത്തിലിരിക്കും. ഇങ്ങനെയുള്ള ഈ സമയത്ത് അവളുടെ അരികിലേക്ക് ഈ മഹേഷും ഗ്യാങ്ങും കൂടെ വരികയാണ്. നീ എന്തിനാ ഈ വിഷമിച്ചിരിക്കുന്നത്, അവൻ പോയാലെന്താ, ഞങ്ങളില്ലേ, ഇതും പറഞ്ഞ് ആരും ഇല്ലാത്ത നേരം നോക്കി ആ പെൺകുട്ടിയുടെ വസ്ത്രം മുഴുവൻ ഇവന്മാര് പിച്ച് ചീന്തുകയാണ്. ജീവന് ഭയന്ന് ആ പെൺകുട്ടി അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. നേരെ ശിവയുടെ മുന്നിൽ വന്നിട്ടാണ് അവൾ പെടുന്നത് കേട്ടോ. കയ്യിൽ കെട്ടി എന്തോ ഒരു തുണി എടുത്ത് അവൾക്ക് പൊതിയാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മഹേഷിനെയും ഗ്യാങ്ങിനെയും നെരിവട്ടിട്ട് പൂശുന്നുണ്ട് നമ്മുടെ ഈ ഒരു ശിവ. ഇത് കണ്ടപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ആവേശമായി. അടുത്ത ഗാന്ധി റെഡി ആയി കഴിഞ്ഞു, ഇവൻ തന്നെ നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മുടെ ശിവയെ അടുത്ത ഗാന്ധിയായിട്ട് കാണുകയാണ്. എന്നാൽ ശിവയോട് അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ആ കൂട്ടുകാരൻ പറയുന്നത്, എടാ ഇതൊക്കെ വേണോ, ഇവരൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ. അപ്പൊ ശിവ പറയുന്നുണ്ട്, എടാ ഒരു മനുഷ്യന് അല്ലെങ്കിൽ എനിക്കായാലും നിനക്കായാലും ഒരു വട്ടല്ലേ മരണുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അവരെല്ലാവരും നമ്മൾ അടിച്ചമർത്താൻ നോക്കുമ്പോൾ കുനിഞ്ഞു നിൽക്കില്ലാന്ന് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയണ്ടാ, എഴുന്നേറ്റ് നിൽക്കണ്ടാ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ശിവ മരിക്കുകയാണെങ്കിൽ 2 കൈ നീട്ടി ആ ഒരു മരണം ഞാൻ സ്വീകരിക്കും, അതിലെനിക്ക് യാതൊരു പേടിയില്ല എന്ന് പറയാണ്. എന്തായാലും ശിവയുടെ ആ ഒരു തന്റെ ഇടം കണ്ട് ഭാർഗവിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്, ഇതുകൂടി ആയപ്പോൾ ആ ഇഷ്ടം അങ്ങോട്ട് പൂർത്തിയാവുകയാണ്. ഉള്ളിൽ തട്ടിയൊരു സ്നേഹം അവനോട് അങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞല്ലോ, അച്ഛനില്ല എന്നല്ല,
അയാൾ നാട്ടിലൊന്നുമില്ല, എന്തൊക്കെയോ ഒരു വിപ്ലവവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരാതെ കാട്ടിലെവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു ദിവസം മറ്റാരും അറിയാതെ നമ്മുടെ ശിവയെ ഈ ഗാന്ധിയുടെ അച്ഛൻ കാട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എന്റെ മകന് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ശിവ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചോ, ഞങ്ങൾ വരുന്നു പറയാം. ഇതേ നേരം സ്കൂളിലെ ആ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ഇയാള് ഈ രാജാറെഡ്ഡി വിളിച്ച് കാര്യങ്ങൾ പറയാണ്. എടോ, കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ആവുന്നുണ്ട്. ഗാന്ധിയുടെ പകരക്കാരനായിട്ട് ഒരുത്തൻ, അതായത് ശിവ, നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, ആ പയ്യനിപ്പോ വന്നിട്ടുണ്ട്. അവനെയും കൂടെ ഒതുക്കിയാലേ കോളേജിലെ സ്ഥിതിയൊക്കെ പഴയതുപോലെ ആവുള്ളൂ. ഞാൻ അവന്റെ കാര്യം നോക്കിക്കോളാന്ന് രാജാറെഡ്ഡി പറയാണ്. ഇതിനുശേഷം നമ്മുടെ ശിവയെ അതുപോലെ തന്നെ ഭാർഗവിയും കാണിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും നല്ല പ്രണയത്തിലാണ്. ഇപ്പൊ ഭാർഗവിയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക്, അതായത് ഈ തൊഴുത്തൊക്കെ ഉണ്ടല്ലോ അതിന്റെ മേലേക്ക് രണ്ടുപേരും വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് റൊമാൻറ്റിക് ആവുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാജാറെഡ്ഡിയും അതുപോലെ തന്നെ ബാലുവും വരുന്നത്. രാജാറെഡ്ഡി നല്ല ഹാപ്പിയിലാണ്. എന്താ കാര്യം എന്ന് ബാലു ചോദിച്ചപ്പോ, എടാ ഒരു ശിവയുണ്ടല്ലോ അവന്റെ വീടിന് നമ്മുടെ ആൾക്കാർ കൂടെ തീ കൊളുത്തിയിട്ടുണ്ട്, തീരട്ടെ, എല്ലാം കൂടെ തീരട്ടെ. കുറെ നാളായി തള്ളയും മോനും കൂടെ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ശിവ ആ ഒരു മച്ചുണ്ടല്ലോ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങി ഓടുകയാണ്. ഇത് ആര് കാണുന്നുണ്ട്? രാജാറെഡ്ഡി കാണുകയാണ്. ഇയാളാകെ ഞെട്ടിപ്പോയി. നീ എങ്ങനെയാടാ എന്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഇയാളാകെ അമ്പരം നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഭാർഗവി, എടീ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ. എന്തായാലും നമ്മുടെ ശിവ ഓടിച്ചെന്ന് വീട്ടിലേക്ക് നോക്കുമ്പോൾ വീട് മുഴുവനായിട്ടും കത്തിപ്പോയി. അതിന്റെ ഉള്ളിൽ അവന്റെ അമ്മ പെട്ടുപോയി. ഇനിയിപ്പോ അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല. ഇതേ നേരം തന്നെ ഗാന്ധിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ശിവയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പോവാണ്. എടാ ഇതൊരു ട്രാപ്പാണ്, അങ്ങോട്ടേക്ക് പോലെ, പോലീസുകാർ ഈ ഏരിയ വളഞ്ഞിട്ടുണ്ട്, നിന്നെ പിടിക്കാനാണ്, നിന്നെ എന്തോ ചെയ്യാനാണ് അവരുടെ ഒരു പ്ലാൻ. വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട് ശിവയെ ഇയാൾ വലിച്ചുകൊണ്ട് നോക്കുമ്പോൾ ശിവ എന്തോ വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. ഗാന്ധിയുടെ അച്ഛനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശിവയെ അവിടെ വെച്ച് അറസ്റ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ജയിലിലേക്ക് പോയത്. അതായത് പ്രത്യേകിച്ച് ഒരു ക്രൈമും ചെയ്തിട്ടല്ല, അവന് ജയിലിലാക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി അവനെ ജയിലിലാക്കി, അത്ര തന്നെ. അതുപോലെ തന്നെ ഭാർഗവി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒഴിവാക്കണം. അതുപോലെ തന്നെ രാജാറെഡ്ഡിക്ക് അതുകൊണ്ടൊരു ഉപയോഗം കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ രാജാറെഡ്ഡി അയാളുടെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ എതിരാളി അയാളുടെ മകന് നമ്മുടെ ഈ ഒരു ഭാർഗവിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടിയിട്ട് ഓരോ ഏരിയ ഓരോരുത്തർക്കായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് ഭരിച്ചു കട്ടുമുടിച്ചു പോകാമല്ലോ. അപ്പൊ ഈ രാജാറെഡ്ഡിയുടെ രാഷ്ട്രീയ എതിരാളിയുടെ മകനാണ് ദേവാറെഡ്ഡി. ആ കാട്ടുപോത്തിന് ആരും പെണ്ണു കൊടുക്കുന്നില്ലായിരുന്നു. എന്നാൽ ഈ സമയത്ത് രാജാറെഡ്ഡി അയാളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാന്ന് വേണ്ടി പോകുമ്പോൾ എന്തായാലും ആ ഒരു രാഷ്ട്രീയ എതിരാളി വേണ്ടാന്ന് പറയില്ലല്ലോ. അങ്ങനെയാണ് ഭാർഗവിയുടെയും ദേവയുടെയും വിവാഹം തന്നെ കഴിയുന്നത്. എന്നാൽ ദേവയുടെ കൂടെയുള്ള അവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്താ പറയാ, ഒരു നരകതുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ദേവയും അതുപോലെ തന്നെ ഈ ഭാർഗവിയും കൂടെ എങ്ങോട്ടോ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ദേവയെ കൊല്ലാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഈ ദേവയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുമാതിരി വെറി പിടിച്ചൊരു പട്ടിയെ പോലെയാണ്. അവനെ കൊല്ലാൻ വന്ന ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് ക്രൂരമായിട്ട് തന്നെ ഈ ദേവ കൊന്നു കളയുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്. അപ്പോഴേക്കും ദേവയുടെ ആൾക്കാർ വന്നു. ദേവയും അതുപോലെ തന്നെ ഭാർഗവിയും രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഭാർഗവി ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു, വീടിന്റെ ഉള്ളിൽ പോയിട്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടുത്തെ ആ ഒരു ഡ്രൈവർ ഭാർഗവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനാകെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കി ഭാർഗവി പറയാണ്, എന്താടാ ഒരു പരിപാടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയിൽ ചെയ്യാൻ അറിയില്ലേ? എടാ കാട്ടിലെ കാട്ടുപോത്തിന് ആരെങ്കിലും ഉന്തി തോൽപ്പിക്കാൻ നോക്കുകടാ. എടാ വല്ല ബോംബ് എടുത്ത് വണ്ടി കയറിഞ്ഞ് അവനെ കൊന്നുകൂടായിരുന്നു. അതായത് ദേവക്ക് നേരെ ഇപ്പൊ ഒരു അറ്റാക്ക് നടന്നില്ല. ആ ഒരു കൊട്ടേഷൻ കൊടുത്തത് മറ്റാരുമല്ല, ഭാർഗവി തന്നെയാണ്. എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അനിയനായിട്ടുള്ള ശങ്കർ റെഡ്ഡി പുറത്ത് പഠിക്കാൻ പോയിരുന്നല്ലോ അവൻ തിരിച്ചു വരുന്നത്. പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നതും ആക്റ്റീവായിട്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവന്റെ അച്ഛൻ അവനോട് പറയാണ്, അതായത് രാജാറെഡ്ഡിയാണ്. പിന്നീട് ആ പറഞ്ഞതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ പൊളിറ്റിക്സിലേക്ക് അവൻ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ എന്തോ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പാർട്ടിയിൽ CM ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള രാജാറെഡ്ഡി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് രാജാറെഡ്ഡിയുടെ മകനായിട്ടുള്ള ദേവാറെഡ്ഡിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ദേവാറെഡ്ഡിയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇവിടെ ഈ ജാതിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ. ഇതേ നേരം തന്നെ ഈ ദേവാറെഡ്ഡി പറയുന്നത്, നോക്കുന്നുണ്ട്. അല്ല നീ ഒരു താഴ്ന്ന ജാതിക്കാരനല്ലടാ, നീ എന്തിനാടാ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ ആ ഒരു മിനിസ്റ്റർ പറയാണ്, ഞാൻ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ എന്തോ ആയിക്കോട്ടെ, ഞാനൊരു മന്ത്രിയാണ്. എന്നോടാണോ നീ ഇമാതിരി ചെറ്റവർത്താനം പറയുന്നത്? ഇപ്പൊ ദേവ പറയാണ്, ഇനിയിപ്പൊ മന്ത്രി ആയാലും ശരി, ഇനി വല്ല രാജാവായാലും ശരി, താഴ്ന്ന ജാതി ആണെങ്കിൽ എന്നെ പോലെ ഉയർന്ന ജാതിയിൽ ഒരുതിനെ കണ്ടാൽ നീയൊക്കെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയണം. ആകെക്കൂടെ പിന്നീട് അങ്ങോട്ട് അലമ്പാകുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും രണ്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു മീറ്റിംഗ് തന്നെ ആകെ അലമ്പാകുകയാണ്. സോ മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പൊ രാജാറെഡ്ഡിയും മകനായിട്ടുള്ള ശങ്കർ റെഡ്ഡിയും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശങ്കർ റെഡ്ഡി ക്രൂക്കഡായിട്ട് തന്നെ ചിന്തിക്കുകയാണ്, അച്ഛാ നമ്മുടെ പേര്, അതായത് അച്ഛന്റെ പേര് മനഃപൂർവ്വം ഇല്ലാതാക്കാനായിട്ട് മിക്കവാറും ആരോ ഒരാൾ ആ ഒരു മിനിസ്റ്ററെ തിരിച്ചു വിട്ടതാണ്. മനഃപൂർവ്വം അയാൾ ഒരു വഴക്കുണ്ടാക്കിയത് തന്നെയാണ്. ചിലപ്പോൾ അത് CM തന്നെ ആവാനാണ് സാധ്യത. കാരണം അടുത്ത CM ആകാൻ പോകുന്നത് അച്ഛനാണല്ലോ. അപ്പൊ എന്തായാലും അച്ഛനോടൊരു കോമ്പറ്റീഷൻ മൈൻഡ് അയാൾക്ക് ഉണ്ടാവാതിരിക്കില്ല. എങ്ങനെയെങ്കിലും CMന്റെ ഈ ഒരു പദ്ധതിയൊക്കെ നമ്മൾ പൊളിച്ചെടുക്കണം അച്ഛാ. അതുകൊണ്ട് തന്നെ ഈ ഒരു ശങ്കർ റെഡ്ഡി പിന്നീട് ആ അലമ്പുണ്ടാക്കിയ മന്ത്രി ഉണ്ടല്ലോ അയാളെ വീട്ടിൽ നേരിട്ട് പോയിട്ട് കാണുകയാണ്. ആരുടെയോ ഒരു വാക്ക് കേട്ടാണ് നീ അലമ്പുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പേരക്കുട്ടി അവളിപ്പോ എവിടെയാണെന്ന് വിളിച്ചു നോക്കിയേ. ആകെ പേടിച്ചു പോയി ആ ഒരു മന്ത്രി പേരക്കുട്ടി അന്വേഷിക്കുമ്പോൾ അവള് വീട്ടിലില്ല, ഉണ്ടാവില്ല. കാരണം അവളിപ്പോ എന്റെ കസ്റ്റഡിയിലാണ്. അപ്പൊ നിനക്ക് നിന്റെ പേരക്കുട്ടിയെ തിരിച്ചു വരണമെങ്കിൽ നേരെ പോ, പത്രക്കാരെ വിളിച്ചുകൂട്ട്, ഞാൻ പറയുന്നത് പോലെ അവരോടൊരു കാര്യം പറ. അങ്ങനെ പേരക്കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ മന്ത്രി പത്രക്കാരെ മുഴുവനായിട്ടും വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യം പറയണം, ഇപ്പോഴേ
ഇപ്പോഴത്തെ ഈ പാർട്ടിയിലെ നിലവിലെ CM അഴിമതിക്കാരനാണ്, പെണ്ണ് പിടിയാനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലിഗേഷൻ നടത്തുകയാണ്. കാരണം ഇങ്ങനെ ചെയ്യാല്ലാതെ ഈ ഒരു മിനിസ്റ്റർക്ക് യാതൊരു വഴിയില്ല. ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു മന്ത്രി തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്പ്രെഡ് ആവാതിരിക്കില്ലല്ലോ. ആന്ധ്ര മുഴുവനും ഒരു കാട്ടുതീ പോലെ ഈ ഒരു കാര്യം സ്പ്രെഡ് ആകുന്നുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയായിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ട് തന്നെ പല പ്രതിഷേധങ്ങളും നടത്തുന്നുണ്ട്. സോ ഇപ്പോഴത്തെ CMന് രാജിവെക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എന്നാലും അയാൾ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട്. ഈ സമയത്ത് മറ്റാ ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ വീണ്ടും ശങ്കർ റെഡ്ഡി വിളിക്കാണ്, നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, എന്റെ മകളെ വിട്ടു തന്നൂടെ. അപ്പൊ ശങ്കർ റെഡ്ഡി പറയാണ്, പൂർണ്ണമായിട്ടും വിട്ടു തരണമെങ്കിൽ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്യൂ, അല്ലെങ്കിൽ നിന്റെ പേരക്കുട്ടി എന്റെ കയ്യിലാണ്, ഞാൻ എന്തൊക്കെ അവളെ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആകെ പേടിച്ചു പോയി ആ ഒരു മന്ത്രി പറഞ്ഞു, നീ പറഞ്ഞോ, ഞാൻ അതുപോലെ ചെയ്യാന്ന്. പിന്നീട് ശങ്കർ റെഡ്ഡി ഉണ്ടല്ലോ ഒരു കാര്യം ഈ ഒരു മിനിസ്റ്ററോട് പറയണം. അയാളുടെ കണ്ണൊക്കെ ആകെ കലങ്ങി പോകുന്നുണ്ട്. പിന്നീട് ഭയങ്കര വിഷാദഭാവത്തോട് കൂടിയിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഫാനിൽ ഒരു കയറുണ്ടാക്കി അതുപോലെ തന്നെ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതി വെച്ചു. അതായത് ഇപ്പോഴത്തെ മിനിസ്റ്റർ അയാളുടെ ആ ഒരു സമ്മർദ്ദം, പ്രഷർ ഇതൊന്നും താങ്ങാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. അതും എഴുതി വെച്ച് ആ ഒരു കയറിൽ തൂങ്ങി ഈ മിനിസ്റ്റർ മരണപ്പെടുകയാണ്. ഇതുകൂടി ആയപ്പോൾ ഇപ്പോഴത്തെ CMന്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയാവുകയാണത്. പിന്നീട് CM കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഇയാൾക്കെതിരെയായിട്ട് ഓരോ കരുക്കളും നീക്കുന്നത് രാജാ റെഡ്ഡിയും അയാളുടെ മകനായിട്ടുള്ള ശങ്കർ റെഡ്ഡിയാണ്. രണ്ടുപേരെയും നേരിട്ട് കണ്ട് തന്നെ CM സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഒരു പരിധി വിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശങ്കർ റെഡ്ഡി പറയുന്നു, ഓഹ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് രാജതന്ത്രം, രാഷ്ട്രീയ കളികൾ, നമ്മൾ ചെയ്താൽ അത് ക്രൈം അല്ലേ. എടാ ഞങ്ങൾക്കെതിരെയായിട്ട് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെയായിട്ട് ഞങ്ങൾക്കും കളിക്കാൻ അറിയാം. ഇപ്പൊ CMന് എന്താ പറയണ്ടേന്ന് തിരിയുന്നില്ല. ഭയങ്കര ദേഷ്യത്തിൽ നോക്കിക്കോ, അവസാനത്തെ കളി അത് കളിക്കുന്നത് ഞാനായിരിക്കും. ഭയങ്കര ദേഷ്യത്തിൽ CM അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ശങ്കർ CMന്റെ പേര് ഇല്ലാതാക്കി പാർട്ടിയിൽ അടുത്ത് ടോപ്പിലായിട്ട് ഇനി വരാൻ പോകുന്നത് അവന്റെ അച്ഛനായിട്ടുള്ള രാജാ റെഡ്ഡി ആയിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള കളികൾ കളിക്കുന്നതും. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ശിവ ഭാർഗവിയെ കണ്ട് സംസാരിച്ചു എന്നുള്ള കാര്യം ദേവാറെഡ്ഡി അറിയാണ്. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അത് ചോദിക്കാനായിട്ട് തന്നെ നേരെ ഭാർഗവിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഭാർഗവി പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് തർക്കിക്കാതെ അവനോട് നേരിട്ട് പോയിട്ട് മുട്ടടാന്ന് പറയാണ്. മുട്ടുവടി ചോദിക്കും ഞാൻ അവനോട്, എന്നിട്ട് അവനെ കൊന്നിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവാറെഡ്ഡി അങ്ങോട്ടേക്ക് പോവാണ്. ശിവയെ കണ്ട പാട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് തുടങ്ങണം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചാവും. എന്നാൽ അതിന് മുന്നേയായിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും അന്ന് രാത്രിയിൽ ദേവാറെഡ്ഡി ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ അവന്റെ ആ ഒരു കഴപ്പ് തീർക്കാനായിട്ട് കുറച്ച് സ്ത്രീകളെ അവന്റെ ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ വന്ന സ്ത്രീകളും അതുപോലെ തന്നെ നമ്മുടെ ഭാർഗവിയും ചില പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവന് നന്നായിട്ട് കള്ള് കൊടുത്ത് അവനൊരു ഉന്മാദ ലഹരി അവസ്ഥയിലാക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാണ്. എന്നിട്ട് അവനെ അടിച്ചൊരു പരുവാക്കി അവസാനം ഒരു വാളെടുത്ത് പിന്നിൽ നിന്നും അവന്റെ കഴുത്തിൽ കുരുക്കി നമ്മുടെ ഭാർഗവി തന്നെ ഒരേറ്റ വലിയാണ്. അവന്റെ തല 2 കഷ്ണമായിട്ട് ചെതറി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നാട്ടുകാർ അറിയുന്നത് ദേവാറെഡ്ഡി അവന്റെ തല ആരോ വെട്ടിയെടുത്തു എന്നുള്ള കാര്യമാണ്. പക്ഷെ ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നൊന്നും ആർക്കും അറിയില്ല. ഭാർഗവിയെ നിലവിൽ ആർക്കും ഇപ്പൊ സംശയമില്ല. കുറെ ദിവസമായിട്ട് ഭാർഗവി ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എത്ര പെൺകുട്ടികളെയാണ് ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് ഇവൻ കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഒരാണിനെ കൊണ്ട് ഈ രാക്ഷസനെ കൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് കൊല്ലാന്ന് പറഞ്ഞിട്ട് 2-3 പെണ്ണുങ്ങൾ അവളുടെ കൂടെ നിന്നു. എന്നിട്ട് നല്ല വെട്ടിപ്പായിട്ട് ആ ഒരു പണി അങ്ങോട്ട് തീർക്കും ചെയ്തു. എന്തായാലും ദേവാറെഡ്ഡി മരിച്ചല്ലേ, അതിന്റേതായ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി അതിലുള്ള സങ്കടമെല്ലാം രേഖപ്പെടുത്തി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് രാജാറെഡ്ഡിയുടെ വീട്ടിലേക്ക് ഈ ദേവാറെഡ്ഡിയുടെ അച്ഛനും ടീമും കൂടെ വരുന്നുണ്ട്. എന്റെ മകൻ മരിച്ചിട്ട് ചെറിയൊരു പരിപാടിയിൽ നീയൊക്കെ ഒതുക്കിയല്ലേ, നിങ്ങൾക്ക് അതിലൊന്നും വലിയ വിഷമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇപ്പോഴും രാഷ്ട്രീയം മാത്രം മതിയല്ലോ, നഷ്ടമായത് എനിക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് കൂടുതൽ പരിപാടികളൊന്നും ഇനി വേണ്ടാന്ന് ഒരു വാണിംഗ് കൊടുക്കുമ്പോൾ ഇപ്പൊ ശങ്കർ റെഡ്ഡി അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ വലിയൊരു രാഷ്ട്രീയ കളിക്കായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ എങ്ങാനും കയറി വന്ന പൊന്ന തന്റെ ബന്ധുവാണെന്ന് നോക്കില്ല, പള്ളക്ക് കയറ്റിക്കാളി എന്ന് പറയണം. മിതമായ സ്വരത്തിലാണ് ശങ്കർ റെഡ്ഡി ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അതിൽ അയാൾ പേടിച്ചു പോയി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ രാജാ റെഡ്ഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആളിപ്പോ ഭയങ്കര ഉത്സാഹത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അടുത്ത CM ആവാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ മകനോട്, അതായത് ശങ്കർ റെഡ്ഡിയോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശങ്കർ റെഡ്ഡി പറയണത്, അച്ഛൻ എന്താ പറഞ്ഞേ, അടുത്ത CM ആയിട്ട് വരാൻ പോകുന്നത് അച്ഛനാണെന്നോ? എടോ തനിക്ക് വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അച്ഛൻ വേണമെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഡെപ്യൂട്ടി CM, അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നാൽ മതി. അടുത്ത CM ആകാൻ പോകുന്നത് ഞാനാണ്. ഇത് കേട്ട സമയത്ത് ഇയാൾ ഞെട്ടിത്തരിച്ച് ചാടി എഴുന്നേൽക്കാണ്. ശങ്കറെ നീ എന്തീ പറയുന്നേ? അപ്പൊ 27 വർഷത്തെ എന്റെ സ്വപ്നം, എന്റെ ആഗ്രഹം തന്റെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ നിന്നു എന്ന് പറയാണ്. ഇതേ നേരത്തെ തന്നെ ഭാർഗവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഇവിടെ അച്ഛനും മകനും ഈ പാർട്ടിയുടെ മുന്നിലേക്ക് വരാൻ പോകുന്നില്ല, വരാൻ പോകുന്നത് ഞാനാണ്. കാരണം ഇവിടെ രക്തസാക്ഷി ആയിരിക്കുന്നത് എന്റെ ഭർത്താവാണ്. ആ സഹതാപ തരംഗം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഞാനാണ്. അതുകൊണ്ട് രണ്ടുപേരും എനിക്കെതിരായിട്ട് നിൽക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് രാജാറെഡ്ഡി ആകെ വിറച്ച് ഒരുമാതിരി അപസ്മാരം വന്ന പോലെ അവിടെ ഇരുന്ന് പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഭാർഗവി നേരെ ചെന്ന് കാണുന്നത് മറ്റാരെയല്ല, ദേവാറെഡ്ഡിയുടെ അച്ഛനുണ്ടല്ലോ ആ മനുഷ്യനെയാണ്. അതായത് അവളുടെ അമ്മായിയപ്പനെ തന്നെ. എന്നിട്ട് അയാളോട് പറയാണ്, അച്ഛാ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്റെ ഭർത്താവിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പകരം ചോദിക്കും. എന്തായാലും എന്റെ അനിയനോ അല്ലെങ്കിൽ എന്റെ അച്ഛനോ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അവരൊന്നും വിശ്വസിക്കേണ്ട, അച്ഛൻ എന്റെ കൂടെ നിൽക്ക്. കാരണം നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എന്റെ വയറ്റിലിപ്പുണ്ട്. നിങ്ങളുടെ ആ ഒരു രാഷ്ട്രീയ സപ്പോർട്ട് എനിക്ക് തന്നാൽ മതി. അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവയെ കൊന്ന എല്ലാവരോടും നമുക്ക്
നമുക്ക് പ്രതികാരം വീട്ടണം. ഇത് കേട്ടപാട് തന്നെ അയാൾക്കൊരു ആവേശം വരികയാണ്. അതായത് രാജാ റെഡ്ഡിയും അതുപോലെ തന്നെ ശങ്കർ റെഡ്ഡിയും ഇയാൾ അപമാനിച്ച് അവിടെ ഇറക്കി വിട്ടതാണല്ലോ. പെട്ടെന്ന് തന്നെ ഇയാൾ പറയുന്നുണ്ട്, മോളെ എന്റെ മകന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടല്ലേ, എന്റെ മകന് വേണ്ടി എനിക്ക് പ്രതികാരം ചോദിക്കണം, എന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക് തന്നെ, അടുത്ത MLA ആയിട്ട് ഇവിടുന്ന് മത്സരിക്കാൻ പോകുന്നത് നീ തന്നെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭാർഗവിയും കൂട്ടിയിട്ട് പാർട്ടിയുടെ പ്രധാനിയായിട്ടുള്ള ലീഡറെ കാണാൻ വേണ്ടി, അതായത് ഡൽഹിയിൽ നിന്നുള്ള ലീഡർ അയാളെ കാണാൻ വേണ്ടി ഭാർഗവിയെയും കൂട്ടി ഇപ്പോൾ ഈ ദേവിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയിട്ട് പറയണത് ഇവൾക്ക് MLA ആയിട്ട് മത്സരിക്കണം, സീറ്റ് വേണമെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ഭാർഗവി പറയുന്നത് MLA അല്ല, മിനിസ്റ്റർ ആയിട്ട് എനിക്ക് മത്സരിക്കണം, അതും വെറും മിനിസ്റ്റർ അല്ല, CM ആയിട്ട്. ഇത് കേട്ട സമയത്ത് ഡൽഹിയിൽ നിന്ന് വന്ന പാർട്ടിയുടെ പ്രധാനിയായിട്ടുള്ള ആ ഒരു ലീഡർ ചിരിക്കുകയാണ്. നീ എന്താ ഈ പറയുന്നത്, CM ആകാൻ വേണ്ടി ഒരുപാട് പേര് ക്യൂവിലാണ്, അതും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അതിനിടയിൽ നീ വന്നിട്ട് CM ആവണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് ഭാർഗവി ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇവിടെയുള്ള പല ആൾക്കാർക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇവരെക്കാളൊക്കെ ഒരു വാല്യൂ, ഒരു പേര് എനിക്കുണ്ട്. അതുപോലെ തന്നെ എന്റെ ഭർത്താവിനെ ആരോ കൊന്നില്ലേ, ആ സഹതാപ തരംഗം കൂടെ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ എന്റെ പേരിൽ നമ്മുടെ പാർട്ടിക്ക് ഒരുപാട് വോട്ട് കിട്ടും. ശരിക്കും ഭാർഗവി പറഞ്ഞത് നല്ലൊരു കാര്യമായിരുന്നു. ഈ പാർട്ടിയെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഡർ ഈ പാർട്ടിയുടെ വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് പറയണ, ആദ്യമായിട്ടാണ് നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, അതായത് ഒരേ കുടുംബത്തിലെ രണ്ടാൾക്കാർ CM ആവണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. അപ്പൊ ഇത് കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭാർഗവി പറയാണ്, ഞാൻ രാജാ റെഡ്ഡിയുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, എന്നാണോ ഞാൻ ദേവാ റെഡ്ഡിയെ വിവാഹം കഴിച്ച് ആ കുടുംബത്തിലേക്ക് പോയത്, ഞാനിപ്പോൾ ആ ഒരു കുടുംബത്തിൽ അംഗമാണ്, അതുകൊണ്ട് ഒരേ കുടുംബത്തിലെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് എന്നൊന്നും നിങ്ങൾ പറയണ്ട, ഞാൻ വേറെ കുടുംബം, അവർ വേറെ കുടുംബം. ഇത് കേട്ടപ്പോൾ ആ ഒരു ലീഡർ പറയണം, എനിക്ക് എന്തായാലും കുറച്ച് സമയം നിങ്ങളിതാ, എന്നിട്ട് ഞാൻ തീരുമാനം എടുക്കാന്ന് പറയണം. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഭാർഗവിയും അതുപോലെ തന്നെ ശങ്കർ റെഡ്ഡിയും അവരുടേതായ കളികൾ തുടങ്ങി. അതായത് ആരുടെ കൂടെയാണോ കൂടുതൽ MLA മാര് നിൽക്കുക അവർക്ക് വേണമെങ്കിൽ CM ആകാൻ പറ്റും. അപ്പൊ അതിനുള്ള ആ ഒരു പിടിയും വലിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഭാർഗവിയുടെ കൂടെ ദേവന്റെ അച്ഛനുണ്ടല്ലോ, അപ്പൊ അയാളുടെ ആ ഒരു മസിൽ പവറും പണത്തിന്റെ പവറും രണ്ടും കൂടെ ഉപയോഗിച്ച് ഒരുപാട് MLA മാർ അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അത്രയൊന്നും ശങ്കറിനെ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ ഭാർഗവിയുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു MLA മാരുണ്ടല്ലോ, അവരെയൊക്കെ മസിൽ പവർ കൊണ്ട് തന്നെ ദേവയുടെ അച്ഛൻ ഭാർഗവിയുടെ കൂടെ കൊണ്ടുവരികയാണ്. അപ്പൊ ആ ഒരു യുദ്ധത്തിൽ ഇവനൊന്ന് തോറ്റു പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടുപേരും ഭാർഗവിയും അതുപോലെ തന്നെ ശങ്കറും ഒരേ വീട്ടിലാണല്ലോ. അപ്പോ ശങ്കർ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്തിട്ടാടി അത്രയും MLA മാരെ കൂടെ കൂട്ടിയത്. ഈ നേരത്ത് ഭാർഗവി ഒരു കാര്യം പറയുന്നുണ്ട്, എടാ എനിക്കെതിരെയായിട്ട് എനിക്ക് ശല്യമായി നിന്നപ്പോ സ്വന്തം കെട്ടിയോനെ തന്നെ കഴുത്തറുത്ത് കൊന്നവളാണ് ഞാൻ. ആ എനിക്ക് അനിയനായിട്ടുള്ള നിന്നെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അനിയനാണെന്നുള്ള ആ ഒരു പരിഗണന അത് മാത്രമാണ് ഞാൻ നിനക്ക് തന്നത്, അതുകൊണ്ട് കൂടുതൽ നെകളിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ്. എന്തായാലും അവളുടെ ആ ഒരു ഭീഷണിയിൽ ശങ്കർ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ദേവാ റെഡ്ഡിയെ കൊന്നത് നീയാണോ എന്ന് കേട്ടപ്പോ തന്നെ അവനൊന്ന് ഞെട്ടി കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഭാർഗവിയും അവളുടെ ഗ്രൂപ്പിലുള്ള 2-3 ആൾക്കാരും അതുപോലെ തന്നെ ഈ ദേവയുടെ അച്ഛനും കൂടെ കാറിൽ പോകുന്ന സമയത്ത് ദേവയുടെ അച്ഛൻ ഭാർഗവിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഭാർഗവി നിന്റെ ഈ ഒരു പോക്ക് അത്ര നല്ല രീതിയിലൊന്നുമല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എന്നാലും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്റെ കുഞ്ഞ് ദേവയുടെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതേ നേരത്തെ തന്നെ ഭാർഗവി പറയണം, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളുടെ മകന്റെ കുഞ്ഞ് എന്റെ വയറ്റിലോ, ഒന്ന് പോടാ അവിടുന്ന്, അവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ മാത്രം അത്ര ഗതികേടൊന്നും എനിക്കില്ല. എന്തായാലും തന്തേ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇറങ്ങിക്കോ, ഇനിയിപ്പോ നമ്മുടെ കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ദേവയുടെ അച്ഛന് ആ നടു റോട്ടിൽ ഇറക്കി വിടാണ്. ഇയാൾക്ക് അപ്പം മനസ്സിലായി ഇയാൾക്ക് കിട്ടിയ ഒരു പണി. അതായത് അയാളും നല്ല ആളല്ല, രാജാ റെഡ്ഡിയും നല്ല ആളല്ല, ശങ്കർ റെഡ്ഡിയും നല്ല ആളല്ല, ആരും നല്ലതല്ല. ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാർഗവി ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചു. ഒരു പരിധി വരെ അതൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുമുണ്ട്. എന്തായാലും പാർട്ടിയുടെ ഒരു വലിയ മീറ്റിംഗ് ഇപ്പൊ നടക്കുകയാണ് കേട്ടോ. അതായത് ആരാണ് CM ആകാൻ പോകുന്നത്, പാർട്ടിയുടെ CM ആ പൊസിഷനിലേക്ക് ആരാ വരാൻ പോകുന്നതെന്ന് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ലീഡർ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ അയാൾ തെരഞ്ഞെടുത്തത് മറ്റാരെയല്ല ഭാർഗവിയെ തന്നെയാണ്. കാരണം ഭാർഗവിയുടെ കൂടെയാണല്ലോ കൂടുതൽ MLA മാരുള്ളത്. ഇത് കേട്ട സമയത്ത് ശങ്കർ റെഡ്ഡി ആകെ ദേഷ്യം കൊണ്ട് വിറക്കാണ്. അതെങ്ങനെ അവക്ക് കൊടുക്കുക, എനിക്ക് തരണം, ഞാനാണ് അടുത്ത മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അങ്ങനെ അവസാനം ഈ ഒരു ശങ്കർ റെഡ്ഡി പറയണം, നോക്കിക്കോ ഈ പാർട്ടി വിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ്, ഒറ്റയ്ക്ക് ഞാനൊരു പാർട്ടി ഉണ്ടാക്കും, ഞാൻ എന്നിട്ട് അധികാരത്തിൽ വരും, അങ്ങനെ മറുപടി പറയും ഞാൻ. ഇതും പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരു പുതിയ പാർട്ടി തുടങ്ങി ഇലക്ഷൻ പ്രചരണം എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് നമ്മുടെ ശിവ അവന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാർ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയും കൂട്ടി പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അവരുടെ രീതിയിലും പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ ശങ്കർ റെഡ്ഡി ഇലക്ഷന്റെ ഇടയിൽ എന്തോ പ്രശ്നം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോലീസുകാർ വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ നമ്മുടെ ആശാൻ ഇപ്പൊ ജയിലിലാണ് കേട്ടോ. മിക്കവാറും അത് ആരുടെ പണിയായിരിക്കും, ഭാർഗവിയുടെ പണി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇലക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു കൗണ്ട് ഡൗൺ അത് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഭാർഗവി അച്ഛനായിട്ടുള്ള രാജാ റെഡ്ഡിയെ കാണാൻ വേണ്ടി അയാളുടെ അരികിലേക്ക് എത്തുകയാണ്. അന്നത്തെ ആ ഒരു ഷോക്കിൽ ഇയാൾ സുഖമില്ലാതെ വീട്ടിലാണ് ഇപ്പോൾ. അതായത് ഒരു ഭാഗത്ത് മുഴുവനായിട്ടും തളർവാദം വന്ന് കിടക്കുകയാണ്. ഇപ്പൊ സ്വന്തം അച്ഛന്റെ അരികിലേക്ക് നമ്മുടെ ഈ ഒരു ഭാർഗവി വന്നിട്ട് പറയണ, അച്ഛാ ഞാനൊരു കഥ പറയട്ടെ, നല്ല രസമുള്ളൊരു കഥ. ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ആദ്യമായിട്ടൊരു മകളെ കിട്ടിയപ്പോ പുച്ഛത്തോട് കൂടിയിട്ട് ആ മകളെ നോക്കി. രണ്ടാമതൊരു മകനെ കിട്ടിയപ്പോ രാജകുമാരനെ പോലെ അവനെ നോക്കി. എല്ലാ സൗഭാഗ്യവും അവന് മാത്രം കൊടുത്തു. ആ മകളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ആ വീടിന്റെ ഒരു മൂലയിൽ ഒരു വേലക്കാരിയെ പോലെ അവൾ വളർന്നു. ഒരുപാട് വിഷമിച്ചു. എന്നാൽ ആ രാജകുമാരി അധികം വൈകാതെ തന്നെ ആ
രാജാവിനെ കടത്തിവെട്ടി രാജാവാകാൻ പോവുകയാണ്. അതായത് ഇലക്ഷൻ റിപ്പോർട്ട് അധികം വൈകാതെ വരുന്നുണ്ട്. അടുത്ത മിനിസ്റ്റർ അത് ഞാൻ തന്നെയായിരിക്കും. അതുപോലെ അച്ഛാ, എനിക്ക് നിങ്ങളോട് വെറുപ്പാണെങ്കിലും എന്റെ അനിയനായിട്ടുള്ള ശങ്കർ, അവനോട് വെറുപ്പൊന്നുമില്ല. എനിക്ക് അവനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടെന്തോ എനിക്ക് അവനെ കൊല്ലാൻ തോന്നില്ല. തൽക്കാലം ഞാൻ അവനെ ഒരു കള്ളക്കേസിൽ കൊടുക്കി ജയിലിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ തന്നെ എന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അവൻ അത്രയും ശോഷിച്ചു പോയിട്ടുണ്ട്. അവൻ ഇനി മുതൽ എന്റെ വെറും ഒരു കളിപ്പാവ മാത്രമായിരിക്കും. പക്ഷെ അച്ഛാ, എനിക്ക് നിങ്ങളോട് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. അത്രയും വെറുപ്പും ദേഷ്യം എനിക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഞാൻ തന്ന ഈ ഒരു ഭക്ഷണം ഉണ്ടല്ലോ, അതിൽ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അധികം വൈകാതെ ചാവും തന്തേ. ആ പറഞ്ഞതുപോലെ തന്നെ വിഷം ഉള്ളിൽ ചെന്ന് അധികം വൈകാതെ രാജാ റെഡ്ഡി അവിടെ വെച്ച് പെടഞ്ഞ് ചാവുകയാണ്. അധികം വൈകാതെ തന്നെ ഇലക്ഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. അടുത്ത CM അത് മറ്റാരുമല്ല, നമ്മുടെ ഭാർഗവി തന്നെയാണ്. ഇലക്ഷനിൽ നമ്മുടെ ശിവയും അവന്റെ ആ ഒരു ടീമും നല്ല അടിപൊളിയായിട്ട് തന്നെ തോറ്റിട്ടുണ്ട്. അപ്പൊ ശിവയോട് അവന്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, എടാ തോറ്റയിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവളല്ലേ അധികാരത്തിലേക്ക് വന്ന്, അവളുടെ ആ ഒരു പാർട്ടിയല്ലേ അധികാരത്തിലേക്ക് വന്ന്. ഈ സമയത്ത് ശിവ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അധികാരത്തിന് വേണ്ടി ഈ കുറച്ച് സമയം കൊണ്ട് ഭാർഗവി ചില മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവളുടെ ആശയം എന്റെ ആശയം രണ്ടും ഒന്നാണ്. എന്താണോ, എന്ത് മാറ്റമാണോ ഞാൻ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, ആ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഭാർഗവി കൊണ്ടുവന്നിരിക്കും. അധികാരത്തിന് വേണ്ടി ചില മോശമായ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തിട്ടുണ്ടാവും. അത് ചെറുപ്പം മുതലേ അവൾ അനുഭവിച്ച ആ ഒരു അപമാനത്തിന്റെയും അവഗണനയുടെയും ദുരിതത്തിന്റെയും ഒരു എന്താ പറയുക, ഒരു പ്രതികാരമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും അവൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാടിനെ മുന്നോട്ടേക്ക് കൊണ്ട്, ആണ് പെണ്ണ് എന്ന് വ്യത്യാസമില്ലാതെ നമ്മൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഭാർഗവി നല്ല രീതിയിൽ തന്നെ ആ നാടിനെയും പാർട്ടിയെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.